ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇമ്പീരിയൽ ഹോൾഡേഴ്സിൻ്റെ ഏറ്റവും പുതിയ മഹീന്ദ്ര ക്രൂസോ 32 സീറ്റിൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡിസിമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ സാധാരണ തുടങ്ങുന്ന പോലെ മുൻഭാഗത്ത് നിന്നാണ് നമ്മൾ ഇന്നും തുടങ്ങുന്നത്. മുൻഭാഗത്തെ ലുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ലുക്കിലാണ് വന്നിരിക്കുന്നത്. ഈ ഇമ്പീരിയലിൻ്റെതായ ഫോണ്ടിൽ ഇമ്പീരിയൽ എന്നുള്ള നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ റൂഫ് ലാംപ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്, വണ്ടിയുടെ വലിപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വലിയ മിറേഴ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഈ ക്രൂസോയുടെ രീതിയിലുള്ള ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. അതിൽ ജസ്റ്റ് ഒരു ലിപ്പ് ആഡ് ചെയ്തപ്പോൾ തന്നെ വണ്ടിയുടെ ലുക്ക് ഓവറോൾ മാറിയിട്ടുണ്ട്. നല്ലൊരു പ്രസൻസ് കിട്ടുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളിയായിട്ടുള്ള പ്രസൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ കോഡ് വരുന്നത് ഈ ഒരു കേരളത്തിലെ MVDയുടെ റൂൾ പ്രകാരമുള്ള കളർ കോഡിലാണ് ഈ ഒരു വണ്ടിയുടെ ഓവറോൾ കളർ തീം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മുൻഭാഗത്തേക്ക് ക്ലോസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇവിടെയാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹെഡ് ലാംപ്സ് 2 സെറ്റായിട്ടുള്ള ഹെഡ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. അത് വണ്ടിയുടെ ഓവറോൾ ലുക്കിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വലിയ ഗ്ലാസ് ഏരിയ, വലിയ രീതിയിലുള്ള ഗ്ലാസ് ഏരിയയിലും അതിൽ ഇമ്പീരിയലിൻ്റെ ഇവരുടേതായ രീതിയിലുള്ള ഫോണ്ടിലുള്ള ഇമ്പീരിയലിൻ്റെ നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ രീതിയിലുള്ള ലൈറ്റ് വർക്കൊന്നും ഇല്ലെങ്കിൽ പോലും നോർമലായിട്ടുള്ള ഒരു പ്രസൻസ് കിട്ടുന്ന രീതിയിലുള്ള ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മിറേഴ്സും കാര്യങ്ങളൊക്കെ ലീഗലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വശങ്ങളിലേക്കും കൂടി ഒന്ന് പോയി നോക്കാം. വശങ്ങളിലൂടെ നോക്കുവാണെങ്കിൽ ലീഗലായിട്ടുള്ള രീതിയിലുള്ള കളർ കോഡും അതുപോലെ തന്നെ റിഫ്ലക്ടർ സ്റ്റിക്കേഴ്സും ഇൻഡിക്കേറ്റേഴ്സും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതവിടെ ഒരു വീലിന് അതിന് വേണ്ടിയിട്ട് ഒരു വീൽ കപ്പ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ഗ്ലാസ് ഏരിയ, നല്ല രീതിയിലുള്ള ഗ്ലാസ് ഏരിയയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ AC വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരക്കായതുകൊണ്ട് AC വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യും. ഏകദേശം ഈ വീഡിയോ ഇറങ്ങുമ്പോൾ തന്നെ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്കിതിൻ്റെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതാണ് പിൻഭാഗത്തെ ലുക്ക് വരുന്നത്. അതിൽ ഇമ്പീരിയലിൻ്റെ നെയിമിങ്ങും അതുപോലെ തന്നെ നമ്പേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ കൊടുക്കുന്ന പോലെ ഇതിൻ്റെ നമ്പേഴ്സൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബുക്കിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ വിളിക്കാം. പിൻഭാഗത്തെ ഡിസൈനിങ് ഈ രീതിയിലാണ് വന്നിരിക്കുന്നത്. ഒരു ലാഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. ലാഡറിൻ്റെ ബാക്കി നമുക്ക് ഇതിൻ്റെ ഡിക്കിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിയ ഡിക്കിയും ഉൾപ്പെടുത്തി. ഇനി നേരെ മറുഭാഗത്ത് പോകുകയാണെങ്കിൽ ഇതിൻ്റെ നെയിമിങ്ങിൻ്റെ ഒക്കെ പെൻഡിങ് ആണ്. ഇവിടെ നെയിമൊക്കെ വരാനുണ്ട്. അതൊക്കെ ജസ്റ്റ് പെൻഡിങ്ങിലാണുള്ളത്. ഇവർക്ക് ഓട്ടത്തിൻ്റെ തിരക്കായതുകൊണ്ട് ഈ ഒരു സീസൺ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണുള്ളത്. പിന്നെ ഈ വശത്തും കാര്യമായ രീതിയിലുള്ള ഡിസൈനിങ് ഒന്ന് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മോഡൽ നെയിം വരുന്നത്, മഹീന്ദ്ര ക്രൂസോ എന്ന് പറഞ്ഞിട്ടുള്ള. പിന്നെ നേരത്തെ മറുഭാഗത്ത് കണ്ട രീതിയിലുള്ള വീൽ കപ്പൊക്കെ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എയർ ആണ് ഇതിൻ്റെ ഡോർ വന്നിരിക്കുന്നത്, എയർ ഡോറാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി ഉള്ളിലേക്ക് കയറി നോക്കാം. അപ്പോൾ നമുക്ക് ഡ്രൈവർ ക്യാബിനിലേക്ക് കയറുമ്പോൾ ഈ രീതിയിലാണ് ഡ്രൈവർ ക്യാബിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ചെറിയൊരു സീറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല കുഷനൊക്കെ ചെയ്ത് റെഡ് ഫിനിഷിങ്, വെൽവെറ്റിൻ്റെ ഒക്കെ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ മീറ്റർ ക്ലസ്റ്റർ വരുന്നത്. മെയിൻ സ്വിച്ചസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ 2 മോഡ് വരുന്നുണ്ട്, ലോഡും അതുപോലെ തന്നെ empty മോഡും. നോർമൽ ആണെങ്കിൽ empty മോഡിൽ ഓടാൻ പറ്റും. പിന്നെ ലോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള അത് വലിയ കയറ്റമൊക്കെ വരുവാണെങ്കിൽ ആ ലോഡിൽ ഓടാൻ പറ്റും. പിന്നെ ഇതാണ് നമ്മളെ ഡോറിൻ്റെ എയറിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മീറ്റർ ക്ലസ്റ്ററൊക്കെ ഈ രീതിയിലാണ്, ഡിജിറ്റൽ ആയിട്ടുള്ള രീതിയിലുള്ള മീറ്റർ ക്ലസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അതിൽ എയറിൻ്റെ ഒക്കെ ഡിജിറ്റലാക്കി വന്നിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് വീൽ ഈ രീതിയിൽ ഒരു ചെറിയ സ്റ്റിയറിംഗ് വീൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കുറേ ബട്ടൺസ് ഇവിടെ വരുന്നുണ്ട്, ഫാനിൻ്റെയും അങ്ങനത്തെ കുറേ ബട്ടൺസ് ഇവിടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഗിയർ ലിവർ. പിന്നെ ഡ്രൈവർ സീറ്റ് നോക്കുവാണെങ്കിൽ നോർമലായ രീതിയിലുള്ള ഒരു ഡ്രൈവർ സീറ്റ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സീറ്റ് വർക്കൊക്കെ പെൻഡിങ് ആണ്. അത്യാവശ്യം ഒരു സീസൺ ടൈം ആയതുകൊണ്ട് എല്ലാ വർക്കും കംപ്ലീറ്റ് ചെയ്യാതെ എടുത്ത പോലെ തന്നെ ഓടേണ്ടി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വർക്കിനൊക്കെ പെട്ടെന്ന് തന്നെ കയറ്റുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യും. പിന്നെ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇതാണ് സ്പീക്കറും അതുപോലെ തന്നെ അതിൻ്റെ സ്വിച്ചസൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ സൗണ്ട് സിസ്റ്റമൊക്കെ നല്ല രീതിയിൽ സൗണ്ട് സിസ്റ്റമൊക്കെ ചെയ്ത് വന്നിട്ടുള്ള വണ്ടിയാണ്. ഇവിടെ ഒരു നല്ല രീതിയിൽ തീം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആമും അതുപോലെ തന്നെ കൺട്രോൾസൊക്കെ ഇതിലും നല്ല രീതിയിൽ സ്വിച്ചസൊക്കെ ഡിസൈൻ ചെയ്ത രീതിയിലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഡ്രൈവർ ക്യാബിനുള്ള കാര്യങ്ങൾ. പിന്നെ വലിയൊരു മിററും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഡ്രൈവർ ക്യാബിൻ. ഇനി നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപോകാം. അപ്പോൾ സീറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ് സീറ്റ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 32 സീറ്റാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ AC വർക്ക് പെൻഡിങ് ആണ്. ഓൾമോസ്റ്റ് പെട്ടെന്ന് തന്നെ AC വർക്ക് ചെയ്യിപ്പിക്കും. ഇതൊക്കെ സ്പീക്കറൊക്കെ നല്ലൊരു തീമിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കാണാൻ അടിപൊളിയായിട്ട്. ഇതിലൊന്നും ലൈറ്റൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. ഇതാണ് ഇതിൻ്റെ റൂഫിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ AC വർക്കും അതുപോലെ തന്നെ സീറ്റിൻ്റെ കുഷനൊക്കെ അടിക്കാനുള്ള വർക്ക് പെൻഡിങ് ആണ്. സമയം കിട്ടാത്തതുകൊണ്ട് ആ ഒരു വർക്കൊക്കെ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ട്. അതൊക്കെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യും. അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അടിപൊളി ഇതാണ് AC. അത് ക്ലോസ്ഡ് ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. നല്ല AC ഒക്കെ ആക്കി കഴിഞ്ഞാൽ അടിപൊളി ഇതായിരിക്കും, യാത്ര സുഖം അടിപൊളിയായിരിക്കും. ഏറ്റവും പിൻഭാഗം ഇരിക്കുമ്പോഴുള്ള ലുക്കാണിത്.
ഇതിലിപ്പോൾ MVDൻ്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. MVDൻ്റെ റൂൾസൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. MVDന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ വരുന്നതുകൊണ്ട് നോർമലായിട്ടുള്ള രീതിയിൽ സ്റ്റാൻഡേർഡായ രീതിയിലുള്ള ലൈറ്റ്സൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ TV ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള TV ആണ്. എല്ലാ സീറ്റിലിരുന്നിട്ടും നല്ല രീതിയിൽ വിസിബിലിറ്റി കിട്ടുന്ന രീതിയിലുള്ള ഒരു TVയും പിന്നെ ഇതാ മൊബൈലിൻ്റെ ചാർജിങ് സ്ലോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ സീറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. ലെഗ് സ്പേസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇതാ മുന്നിൽ നിന്ന് ബാക്കോട്ട് കാണുവാണെങ്കിൽ ഇത് ഈ രീതിയിലാണ് സീറ്റ് ഇപ്പോൾ ഉള്ള രീതിയിൽ ഈ ഒരു സീറ്റാണുള്ളത്. ഇത് കമ്പനി വരുമ്പോഴുള്ള സീറ്റാണ്. ഇതിൻ്റെ കുഷനും കാര്യങ്ങളൊക്കെ തൈ സപ്പോർട്ടിലുള്ള സീറ്റിന് വേണ്ടിയിട്ടുള്ള ഓർഡറൊക്കെ ആയിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ആവും. ചിലപ്പോൾ ഈ വീഡിയോ വരുന്ന സമയം കൊണ്ട് ഈ സീറ്റൊക്കെ ആൾട്ടർ ചെയ്ത് പുതിയ മോഡലിലേക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് അടുത്ത ഇനിയൊരു റീൽസിൻ്റെ രൂപത്തിൽ ഞാൻ ഇതിൻ്റെ പുതിയ സീറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ഉണ്ടാകുന്നുള്ള കാര്യം. ഇതൊക്കെ നല്ല രീതിയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വെളിച്ചത്തിന് വേണ്ടിയിട്ടുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. പിന്നെ AC ഒക്കെ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഉള്ളത്. ഈ വണ്ടിയുടെ കാര്യമായ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല, വർക്ക് പെൻഡിങ് ആണ്. അത്യാവശ്യം ഇപ്പോൾ ഒരു നിങ്ങൾക്ക് അറിയാമെങ്കിൽ കൊട്ടിയൂർ സീസണൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് നല്ല ഓട്ടമുള്ള സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വർക്കിന് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് വലിയ ഓട്ടം നഷ്ടപ്പെടും. അതുകൊണ്ട് കുറച്ച് വർക്കൊക്കെ അത്യാവശ്യമുള്ള വർക്ക് സൗണ്ട് സിസ്റ്റത്തിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആമ്പും സബ്ബൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓട്ടം തുടങ്ങിയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഈ സീസൺ ഒന്ന് മാറിയതിന് ശേഷം ഈ വണ്ടി ഒന്നുകൂടി വർക്കിന് വേണ്ടി കയറ്റും. ഫുൾ വർക്ക് സീറ്റ് നേരത്തെ കണ്ടില്ല, സീറ്റിൻ്റെ അതിൻ്റെ കുഷനും തൈ സപ്പോർട്ടിലുള്ള സീറ്റിന് വേണ്ടിയിട്ട് ഓർഡറിലായിട്ടുണ്ട്. അത് ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമാണ്. അതായത് ഈ ഒരു സീറ്റിൻ്റെ വർക്കും അതുപോലെ തന്നെ അത്യാവശ്യം ബാക്കിയുള്ള വർക്കുകളൊക്കെ അതിന് ശേഷമാണ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഇപ്പോൾ ഉള്ള പ്രസൻ്റ്ലി ഉള്ള കണ്ടീഷനാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഇതിൻ്റെ അപ്ഡേഷനൊക്കെ ഞാൻ റീലിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് അയച്ചു തരാം, അല്ലെങ്കിൽ റീലായിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചു. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.